നമ്മളെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഈ നാടകങ്ങളും പല കലാപരിപാടികളും ഒക്കെ സ്കൂളിലും മദ്രസയിലൊക്കെ നടക്കുന്നുണ്ട്. പല കലാപരിപാടികളും നടത്തും. ഒരിക്കലും ഒരു പെൺകുട്ടിയെ ആൺവേഷം ധരിപ്പിച്ചുകൊണ്ടോ ഒരു ആൺകുട്ടിയെ പെൺവേഷം ധരിപ്പിച്ചുകൊണ്ടോ അവരെ അത്തരം കാര്യങ്ങൾ ചെയ്യിപ്പിക്കരുത് എന്നാണ് ശർഈന്റെ തീരുമാനം. അള്ളാഹുവിന്റെ ദീൻ അതാ പറയാം. എന്തേന്നറിയോ, ആണായും പെണ്ണ് പെണ്ണായും തന്നെ അള്ളാഹു നിശ്ചയിച്ച ആണിനും പെണ്ണിനും കൊടുത്ത ചില ക്യാരക്ടറിസ്റ്റിക്സ് അത് അങ്ങനെ തന്നെ കേടുവരാതെ സൂക്ഷിക്കപ്പെടണം. പലർക്കും പല ന്യായങ്ങളും പറയാനുണ്ടാവും. അതിനിപ്പോ എന്താ കുഴപ്പം, കലയല്ലേ, എന്തായിക്കോട്ടെ. ഞാൻ ശർആണ് പറഞ്ഞിരുന്നത്, ദീനാണ് പറഞ്ഞിരുന്നത്, നമുക്കത് പാടില്ല എന്നാണ്. ആൺകുട്ടികൾ പെൺകുട്ടികളെ പോലെയോ പെൺകുട്ടികൾ ആൺകുട്ടികളെ പോലെയോ വേഷം ധരിക്കുകയോ മുടി വളർത്തുകയോ നടക്കുകയോ നടത്തത്തിൽ പോലും ആണ് പെണ്ണിന്റെയോ പെണ്ണാണിന്റെയോ നടത്തം പോലും അനുകരിക്കുന്നത് ഹറാമാണ്. അത്രയും ഗൗരവത്തിലാണ് ശർഅ പറയുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ ഇത്തരം വിഷയങ്ങൾ പാലിക്കുക. ഇതൊന്നും ഇന്ന് പറയാനോ പറഞ്ഞത് കേൾക്കാനോ ആൾക്കാരുണ്ടാവും. ഇത് പറഞ്ഞാൽ പിന്നെ വലിയ വിവാദം വലിയ വിഷയങ്ങളൊക്കെയാണ്. അതൊന്നും ഇവിടെ വിഷയമുള്ള കാര്യമില്ല. നമ്മൾ ശരിയാച്ച പറയുന്നത്, അത് കേൾക്കേണ്ടവർ മാത്രം കേട്ടാൽ മതി.